നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ പുതിയ SCRTയിൽ ചാപ്റ്ററാണ് എടുക്കുന്നത്. ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. അപ്പോൾ നമ്മൾ 2 ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ SCRTയിൽ 9ാം ക്ലാസ്സിൻ്റെയും 10ാം ക്ലാസ്സിൻ്റെയും ഒക്കെ നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിൽ പ്രത്യേകമായിട്ട് പ്ലേലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകളൊക്കെ കാണാം കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളായാലും എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണേ. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്കും കൂടി തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മളെപ്പോലെ ഒരുപാട് പേര് PSCക്ക് പഠിക്കുന്നുണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. യൂണിറ്റ് 3 ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. ജോഗ്രഫി ഭാഗത്ത് നിന്നും വരുന്ന ഒരു ചാപ്റ്ററാണിത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റിലെ നമുക്കിവിടെ ഒരു സംഭാഷണമാണ് കൊടുത്തിട്ടുള്ളത്. 2 പേരില്ലേ, ലോകത്തിൻ്റെ 2 രാജ്യങ്ങളിൽ നിന്നുള്ള 2 ആളുകളുടെ സംഭാഷണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓസ്ട്രേലിയയിലും ഇന്ത്യയിലുമുള്ള സുഹൃത്തുക്കളുടെ സംഭാഷണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്ന സമയവ്യത്യാസവും അവിടെയുള്ള ഋതുക്കളിലുള്ള മാറ്റങ്ങളുമാണ് സംഭാഷണത്തിൽ പ്രതിപാദിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഈ പ്രതിഭാസങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ രാജ്യങ്ങളിൽ എല്ലായിടത്തും ഒരുപോലെയുള്ള സമയങ്ങളുമല്ല, എല്ലായിടത്തും ഒരുപോലെയുള്ള കാലാവസ്ഥകളും അല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് അതിനുള്ള കാരണം എന്നൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഭ്രമണം, റൊട്ടേഷൻ. എന്താണ് റൊട്ടേഷൻ എന്നറിയാമോ? അതായത് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഈ ഭൂമി ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് രാത്രിയും പകലും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഭൂമി ഭ്രമണം ചെയ്യാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അപ്പം നോക്കാം നമുക്ക്. ഭൂമിയുടെ ഭ്രമണദിശ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യാനാണ്. ഭൂമിയുടെ ഭ്രമണദിശ അതായത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭൂമി തിരിയുന്നത്. ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് തിരിയുന്നത്. അച്ചുതണ്ടിൻ്റെ ചെരിവ് എന്ന് പറയുന്നത് 23.5 ഡിഗ്രിയാണ്. 23.5 ഡിഗ്രി ചെരിഞ്ഞാണ് നമ്മുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഭ്രമണദിശ നമ്മൾ പറഞ്ഞു പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. സൂര്യൻ കിഴക്ക് ഉദിച്ചിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിന് കാരണം എന്താണ്? ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. ഭ്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളാണ് ദിനരാത്രങ്ങളും കോറിയോലിസ് പ്രഭാവവും. ഭ്രമണത്തിൻ്റെ ഫലമായിട്ടാണ് ദിനരാത്രങ്ങളും കോറിയോലിസ് പ്രഭാവവും അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ശുക്രൻ, യുറാനസ്. സൗരയൂഥത്തിലെ ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. സൗരയൂഥത്തിലെ ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണദിശ എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. എന്നാൽ ശുക്രന്റെയും യുറാനസിന്റെയും ഭ്രമണദിശ എതിർദിശയിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. ശുക്രൻ യുറാനസും ഒഴികെയുള്ള എല്ലാ ഗ്രഹങ്ങളും പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് തിരിയുന്നത്. എന്നാൽ ശുക്രൻ യുറാനസും എവിടേക്കാണ്? കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ്, എതിർദിശയിലേക്കാണ് തിരിയുന്നത്. ഇനി നമുക്ക് നോക്കാം ദിനരാത്രങ്ങൾ. ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം 24 മണിക്കൂർ. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 23 മണിക്കൂർ 56 മിനിറ്റും 4 സെക്കൻഡ് ആണ്. ഭൂമി ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയുന്നത് 24 മണിക്കൂർ എന്നാണ്. എന്നാൽ അതിൻ്റെ ശരിക്ക് അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് എന്ന് പറയുന്നത് 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡുമാണ്. ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ്. ഭ്രമണവേളയിൽ സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭൂമി ഈ ഭ്രമണം ചെയ്യുന്ന വേളയിൽ സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകൽ അനുഭവപ്പെടുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്തായിരിക്കും? രാത്രി ആയിരിക്കും. അപ്പോൾ സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. ഇത്തരത്തിൽ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം. അപ്പോൾ പകലിനെയും രാത്രിയെയും വേർതിരിക്കുന്ന ഒരു രേഖ നമുക്ക് ഒരു സാങ്കല്പികമാണ്. ആ ഒരു രേഖയെയാണ് നമ്മൾ പ്രകാശവൃത്തം എന്ന് പറയുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടും പ്രകാശവൃത്തവും സമാന്തരമല്ലായത് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇവിടെ നമുക്കൊരു അച്ചുതണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഈ അച്ചുതണ്ട് എന്നത് പറയുന്നത് നമുക്കറിയാം ഒന്ന് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അല്ലേ, ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ നമ്മൾ
നമ്മുടെ ഭൂമിയെ നേരെ അതായത് 90 ഡിഗ്രിക്ക് ഒരു വര വരക്കുകയാണെങ്കിൽ എന്താണ് നേരെ ആയിരിക്കും അല്ലേ, ഇങ്ങനെ ആയിരിക്കും വരിക അല്ലേ. ഞാൻ വരക്കുന്നത് കുറച്ച് വളഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ലൈനിലാണ് നമ്മൾ വരക്കുക 90 ഡിഗ്രി വരക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ അച്ചുതണ്ട് എന്ന് പറയുന്നത് എന്താണ്, ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് അതിനാൽ ഈ ഒരു ഇതാണ് ആംഗിളാണ് എന്ത് 23.5 ഡിഗ്രി എന്ന് പറയുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടും പ്രകാശവൃത്തവും സമാന്തരമല്ല. നമ്മൾ ആ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ പ്രകാശവൃത്തം എന്ന് പറയുന്നത് ഏതാണ്, സൂര്യൻ. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ, സൂര്യൻ നേരിട്ട് പതിക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് എന്താണ്, ഈ ഭാഗത്താണ് പകൽ വരുന്നത് അല്ലേ, ഈ ഭാഗത്താണ് നമുക്ക് പകൽ വരുന്നത്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഭാഗങ്ങളിൽ എന്താണ്, രാത്രിയാണ് അനുഭവപ്പെടുന്നത് അല്ലേ, രാത്രിയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ സൂര്യൻ നേരിട്ട് പതിക്കുന്ന ഭാഗങ്ങളിൽ പകലും അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡുകളിൽ എന്തായിരിക്കും, രാത്രിയുമായിരിക്കും. അപ്പം ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങളിൽ എന്താണ്, രാത്രിയും പകലും മാറിക്കൊണ്ടേയിരിക്കും. ഓരോരോ രാജ്യങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് പകലിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും, അതേസമയം മറ്റു ഭാഗങ്ങളിൽ രാത്രിയും അനുഭവപ്പെടുന്നു. ഇനി നമ്മൾ പറയുന്നത് എന്താണ്, ഈ പ്രകാശവൃത്തം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഭൂമിയുടെ അച്ചുതണ്ട് അല്ലേ, അച്ചുതണ്ട് എന്ന് പറയുന്നതും ഒരു സാങ്കല്പിക രേഖയാണ്. പ്രകാശവൃത്തം എന്ന് പറയുന്നതും ഒരു സാങ്കല്പിക രേഖയാണ്. പ്രകാശവൃത്തം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഭാഗത്ത് രാത്രിയും ഒരു ഭാഗത്ത് പകലുമാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ നടുവിലായിട്ട് വരുന്ന ഒരു സാങ്കല്പിക രേഖ എന്ന് നമുക്ക് പറയാം. അതിനാണ് പ്രകാശവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രകാശവൃത്തവും അച്ചുതണ്ടും തമ്മിൽ എന്താണ്, സമാന്തരമായിട്ടല്ല കിടക്കുന്നത് അല്ലേ. അച്ചുതണ്ടിന് ഒരു ചെരിവുണ്ട്, എന്നാൽ പ്രകാശവൃത്തം എന്താണ്, നേരെ വരുന്നു അല്ലേ, നേരെ വരുന്നു. എന്നാൽ അച്ചുതണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അത് സമാന്തരമായിട്ടല്ല കിടക്കുന്നത്. സമാന്തരമായിട്ട് കിടക്കണം എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, പ്രകാശവൃത്തം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ അച്ചുതണ്ട് ആയിരിക്കണം ഇതേപോലെ തന്നെ സമാന്തരമായി വരണം. ഇത് അങ്ങനെയല്ല വന്നിട്ടുള്ളത് അല്ലേ, അച്ചുതണ്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രകാശവൃത്തവും അച്ചുതണ്ടും സമാന്തരമല്ല. അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടും പ്രകാശവൃത്തവും സമാന്തരമല്ലെന്ന് മനസ്സിലായില്ലേ. ഭ്രമണം ഇല്ലെങ്കിൽ ഭൂമിയുടെ ദിനരാത്രങ്ങളുടെ അവസ്ഥ എന്താകും, ഭ്രമണം ഇല്ലെങ്കിൽ ഭൂമിയുടെ ദിനരാത്രങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും. ഭൂമി ഇങ്ങനെ കറങ്ങുന്നില്ല എന്ന് വെക്കാം, ഭൂമി ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നില്ല അല്ലെങ്കിൽ കറങ്ങുന്നില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ, ഒരു ഭാഗങ്ങളിൽ അല്ലേ, ഭൂമിയുടെ സൂര്യപ്രകാശം തട്ടുന്ന ആ ഭാഗങ്ങളിൽ കാലാകാലവും അല്ലെങ്കിൽ വർഷം മുഴുവനും എന്ന് പറയാം അല്ലേ, വർഷം മുഴുവനും പകലായിരിക്കും, അതിൻ്റെ മറുവശത്ത് വർഷം മുഴുവൻ രാത്രിയുമായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോ രാജ്യങ്ങളിലായാലും ഓരോ പ്രദേശത്തായാലും രാത്രിയും പകലും മാറി മാറി വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രകാശം അല്ലേ, സൂര്യപ്രകാശം തട്ടുന്ന ആ ഭാഗം എപ്പോഴും പകലായിരിക്കും. ഭൂമി ഭ്രമണം ചെയ്തില്ലെങ്കിൽ എന്താ, ഒരു ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയുമായിരിക്കും. അടുത്തതാണ് കോറിയോലിസ് പ്രഭാവം. കോറിയോലിസ് പ്രഭാവം ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഭ്രമണം മൂലം എന്ത് ചെയ്യുന്നു, ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് എന്ത് ചെയ്യുന്നു, ദിശാവ്യതിയാനം. ഭൂമി എന്താണ്, സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത്. ഈ ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഇതിന് കാരണമായ ബലത്തെ കോറിയോലിസ് ബലം എന്ന് പറയുന്നു. ഇതിന് കാരണമായ ബലത്തെയാണ് കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. ഈ ദിശാവ്യതിയാനത്തെ കോറിയോലിസ് പ്രഭാവം എന്നും പറയുന്നു. അപ്പോൾ ഇതിന് കാരണമായ ബലത്തെ കോറിയോലിസ് ബലം, ഈ ദിശാവ്യതിയാനത്തെ കോറിയോലിസ് പ്രഭാവം എന്ന് പറയുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാരദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് അഡ്മിറൽ ഫെറൽ കണ്ടെത്തി. ഇതാണ് ഫെറൽ നിയമം. അപ്പോൾ ഈ കോറിയോലിസ് പ്രഭാവത്താൽ എന്ത് ചെയ്യുന്നുണ്ട്, സമുദ്രജലപ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയൊക്കെ സഞ്ചാരദിശ ഉത്തരാർദ്ധഗോളത്തിൽ അത് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ അത് ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് അഡ്മിറൽ ഫെറൽ കണ്ടെത്തി. അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫെറൽ നിയമം എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ ഓണം അല്ലേ, ഭ്രമണവുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കളാണ് ചുവടെ കൊടുത്തിട്ടുള്ള അവയുടെ കാരണം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ്. അപ്പോൾ സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഭൂമി ഭ്രമണം ചെയ്യുന്നത് കൊണ്ടല്ലേ. സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ഇനി ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കോറിയോലിസ് പ്രഭാവം കാരണം. കോറിയോലിസ് പ്രഭാവം കാരണമാണ്. രണ്ടും മനസ്സിലായല്ലോ? ഓക്കെ. അടുത്ത നമുക്ക് പരിക്രമണം. റെവല്യൂഷൻ. നമ്മൾ ഭ്രമണം പറഞ്ഞു. ഭ്രമണം എന്ന് പറയുന്നത് എന്താണ്?
ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത്. ഇനി പരിക്രമണം എന്ന് പറഞ്ഞാൽ നോക്കാം. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെക്കുകയും ചെയ്യുന്നുണ്ട്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനോടൊപ്പം തന്നെ എന്താണ്, സൂര്യനെ അത് വലം വെക്കുകയും ചെയ്യുന്നു. അപ്പം ഇതിനെ പരിക്രമണം എന്ന് പറയുന്നു. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ട്, അതോടൊപ്പം തന്നെ സൂര്യന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്ന അതിന് ചുറ്റും അത് കറങ്ങുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിൽ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 365 ദിവസമാണ്. 365 ദിവസവും വേണം. പിന്നെ ഒരു ദിവസത്തിനെ 4 ഭാഗമാക്കിയാൽ അതിൻ്റെ ഒരു ഭാഗവും ആവശ്യമാണ് ഭൂമിക്ക് സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ. പറയുകയാണെങ്കിൽ ഒരു വർഷം എടുക്കുന്നു, 365 ദിവസം എടുക്കുന്നു. പ്രായോഗിക സൗകര്യത്തിനായി ഇതിൽ 365 ദിവസത്തെ ഒരു വർഷമായി കണക്കാക്കുന്നു. അപ്പോൾ നമ്മളെപ്പോഴും 365 ദിവസം എന്നിങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് എന്താണ്, നമ്മൾ ഇത് പ്രായോഗിക സൗകര്യത്തിനായിട്ട് ഇതിനെ ഒരു വർഷമായിട്ട് കണക്കാക്കുന്നു. ഓരോ വർഷവും അധികമായി വരുന്ന കാൽ ദിവസങ്ങൾ, നമ്മൾ പറഞ്ഞു 365 ദിവസമാണ് ഒരു വർഷം, അതിലെന്ത് വരുന്നുണ്ട്, 4 ദിവസം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ 4 ദിവസങ്ങളെ എന്ത് ചെയ്യുന്നു, 4 വർഷങ്ങൾ കൂടുമ്പോൾ ഈ കാല് അല്ലേ, 4 കാലുകൾ കൂടിയാൽ എത്രയായി, ഒന്നായില്ലേ. അപ്പോൾ അങ്ങനെ 4 വർഷങ്ങൾ കൂടുമ്പോൾ ഈ 4 ദിവസങ്ങളെല്ലാം കൂടിയാൽ ഒരു ദിവസമായി മാറുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ദിവസത്തെ ഫെബ്രുവരിയിൽ കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ടാണ് ഫെബ്രുവരി 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരിയിൽ 29ാമത്തെ ഒരു ദിവസം കൂടി ഉണ്ടാകും. ഫെബ്രുവരി എല്ലാ വർഷവും 28 ദിവസമേ ഉണ്ടാവുകയുള്ളൂ അല്ലേ. എന്നാൽ 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരിയിൽ 29ാമത്തെ ഒരു ദിവസം കൂടി ഉണ്ടാവും. ഫെബ്രുവരി 29 എന്ന് പറയുന്നത് എല്ലാ വർഷവും ഉണ്ടാവില്ല, 4 വർഷം കൂടുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 366 ദിവസങ്ങളുള്ള ഒരു വർഷത്തെ അതിവർഷം എന്ന് പറയുന്നു. ഈ 366 ദിവസത്തിലെ ഒരു ദിവസം നമ്മൾ ഫെബ്രുവരിയിലാണ് കൂട്ടിച്ചേർക്കുന്നത്. ഫെബ്രുവരിയിൽ 29 ഫെബ്രുവരി 29 4 വർഷം കൂടുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അടുത്തതാണ് സൗരസമീപകം, സൂര്യോച്ചം, പെരിഹീലിയൻ ആൻഡ് അപ്ഹീലിയൻ. ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിലായതുകൊണ്ട് ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് വ്യത്യാസം വരും. ഭൂമിയുടെ സഞ്ചാരപഥം എന്ന് പറയുന്നത് ശരിക്കുമുള്ള ഒരു വൃത്താകൃതിയല്ല, ദീർഘമായിട്ടുള്ളത് വൃത്താകൃതിയിലാണ്. അതുകൊണ്ട് തന്നെ ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്നതിനെ, അതായത് 147 ദശലക്ഷം കിലോമീറ്റർ സൗരസമീപകം എന്ന് പറയുന്നു. അപ്പം ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസത്തെയാണ് സൗരസമീപകം സമീപത്ത് വരുന്ന ദിവസം എന്ന് പറയുന്നത് സൗരസമീപകം എന്ന് പറയുന്നു. ഇത് സംഭവിക്കുന്നത് ജനുവരി മാസത്തിലാണ്. അതായത് പൊതുവെ ജനുവരി 3-നാണ് ഇത് സംഭവിക്കാറുള്ളത്. അപ്പോൾ PSCക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ സൗരസമീപകം അല്ലെങ്കിൽ സൗരസമീപകം ഏത് ദിവസത്തിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ജനുവരി 3-നാണ്. എന്താണ് സൗരസമീപകം എന്ന് പറയുന്നത്? ഭൂമിയും സൂര്യനും തമ്മിൽ അടുത്തു വരുന്ന ദിവസങ്ങളാണ് സൗരസമീപകം. ഇനി സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്നത്, അതായത് 152 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കുന്നത് ജൂലൈ മാസത്തിലാണ്. പൊതുവെ ജൂലൈ 4-നാണ് ഇത് സംഭവിക്കാറുള്ളത്. ഇതിനെ സൂര്യോച്ചം എന്ന് പറയുന്നു. അപ്പോൾ സൗരസമീപകം അതുപോലെ തന്നെ സൂര്യോച്ചവും. സൗരസമീപകം ആ ഒരു വാക്കിൽ നിന്ന് നമ്മളതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. സമീപം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സമീപം അല്ലെ, അടുത്ത് വരുന്ന ദിവസം എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ അടുത്ത് വരുന്ന ദിവസം ഭൂമിയും സൂര്യനും അടുത്ത് വരുന്ന ദിവസം എന്ന് പറയുന്നത് ജനുവരി 3-ആണ് അല്ലേ, ജനുവരി 3-ആണ്. ഇനി അതിൻ്റെ ഒരു കണക്കും കൂടി നമ്മൾ എത്ര കിലോമീറ്റർ എന്നുള്ളത് കൂടി ഓർത്ത് വെക്കണേ. 147 ദശലക്ഷമാണ്. 147 ദശലക്ഷം കിലോമീറ്ററാണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം. ഇനി അടുത്ത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്നത് എവിടെയാണ്? ജൂലൈ മാസത്തിലാണ്. ഇതിനെ സൂര്യോച്ചം എന്ന് പറയുന്നത്. ഇത് ഏകദേശം എത്ര ദൂരമുണ്ട്? 152 ദശലക്ഷം കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ജനുവരി 3-നാണ് സൗരസമീപക ദിനം എന്ന് പറയുന്നത്. സൂര്യോച്ചം എന്ന് അല്ലെങ്കിൽ അപ്ഹീലിയൻ എന്ന് പറയുന്നത് ജൂലൈ 4-ആണ്. അപ്പോൾ ഈ സൗരസമീപകവും സൂര്യോച്ചവും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിലായതുകൊണ്ടാണ്. ഇനി ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത. ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും പരിക്രമണ വേഗതയിൽ വ്യത്യാസം വരുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത.
ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും പരിക്രമണ വേഗതയിൽ വ്യത്യാസം വരുന്നതിന് കാരണമാവുകയും ചെയ്യും. ഇനി നമുക്കിവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് പുരസരണം ഭ്രമണവും പരിക്രമണവും പോലെ തന്നെയുള്ള ഭൂമിയുടെ മറ്റൊരു ചലനമാണ് അച്ചുതണ്ടിന്റെ ഭ്രമണമായ പുരസരണം. അപ്പൊ ഇതൊക്കെ പുതിയ വാക്കുകളാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇനി PSCന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വരുമ്പോൾ നമ്മളാകെ ഇതെന്തൊരു വാക്കാണ് അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ കിട്ടിയതെന്നൊന്നും നോക്കണ്ട. ഇതൊക്കെ നമ്മുടെ SCRTയിലുള്ള വാക്കുകളാണ്. അപ്പോൾ പുരസരണം ഭ്രമണവും പരിക്രമണവും പോലെ തന്നെയുള്ള ഭൂമിയുടെ മറ്റൊരു ചലനമാണ് അച്ചുതണ്ടിന്റെ ഭ്രമണമായ പുരസരണം. ഭൂമി തൻ്റെ അച്ചുതണ്ടിന്റെ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ എടുക്കുമ്പോൾ ഏകദേശം 26,000 വർഷം എടുത്താണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു വൃത്തം തീർക്കുന്ന രീതിയിൽ വളരെ സാവധാനത്തിൽ ഭൂമിയുടെ അച്ചുതണ്ട് നീങ്ങുന്നത്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, പുരസരണം എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ട് ഒരു വൃത്തം പൂർത്തിയാക്കാൻ എടുക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് 26,000 വർഷങ്ങളാണ്. 26,000 വർഷം എടുത്താണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു വൃത്തം തീർക്കുന്ന രീതിയിൽ വളരെ സാവധാനത്തിൽ ഭൂമിയുടെ അച്ചുതണ്ട് നീങ്ങുന്നത്. അതിനെയാണ് പുരസരണം എന്ന് പറയുന്നത്. അപ്പോൾ ഭ്രമണവും പരിക്രമണവും പോലെ തന്നെ ഭൂമിയുടെ മറ്റൊരു ചലനമാണ് അച്ചുതണ്ടിന്റെ ഭ്രമണമായ പുരസരണം. പുരസരണം എന്ന് പറയുന്നത് ഒരു വൃത്തം തീർക്കുന്ന രീതിയിൽ സാവധാനത്തിൽ ഭൂമിയുടെ അച്ചുതണ്ട് നീങ്ങുന്നതിനെയാണ് പുരസരണം എന്ന് പറയുന്നത്. ഒരു വൃത്തം തീർക്കുന്ന രീതിയിൽ സാവധാനത്തിൽ ഭൂമിയുടെ അച്ചുതണ്ട് നീങ്ങുന്നതിനെയാണ് പുരസരണം എന്ന് പറയുന്നത്. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നുണ്ട്. ഭൂമിയുടെ അച്ചുതണ്ട് ഇങ്ങനെ ഒരു വൃത്തം തീർക്കുന്നതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 26 വർഷമാണ്. ഭൂമിയുടെ അച്ചുതണ്ട് വൃത്താകൃതി തീർക്കുന്നതിനെടുക്കുന്ന സമയമാണ് പുരസരണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് അയനം. എന്താണ് അയനം എന്ന് നോക്കാം. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് 23.5 ഡിഗ്രിയായി പരിക്രമണ വേളയിലുടനീളം നിലനിർത്തുന്നതിനാൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തര ദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തരായണ ദക്ഷിണായന രേഖകൾക്കിടയിൽ നീങ്ങുന്നതായി കാണാം. സൂര്യന്റെ ഈ ആപേക്ഷിക മാറ്റത്തെ അയനം എന്ന് പറയുന്നു. അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് 23.5 ഡിഗ്രിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇങ്ങനെ ഈ 23 ഡിഗ്രി ആയിട്ട് പരിക്രമണ വേളയിലുടനീളം ചെരിവ് നിലനിർത്തുന്നു. അതുകൊണ്ട് തന്നെ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തര ദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ നീങ്ങുന്നതായി കാണാം. സൂര്യന്റെ ഈ ആപേക്ഷിക സ്ഥാനമാറ്റം അയനം എന്ന് പറയുന്നു. ഇതിനനുസൃതമായി ദിനരാത്രങ്ങളുടെ ദൈർഘ്യത്തിൽ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. ഇനി ഇത്തരത്തിൽ സൂര്യന്റെ സ്ഥാനം വിവിധ അക്ഷാംശങ്ങളിൽ നേർമുകളിൽ എത്തുന്ന ചില പ്രധാന ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിഷുവം, ഇക്വിനോക്സ്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. മാർച്ച് 21, സെപ്റ്റംബർ 23. ഭൂമധ്യരേഖക്ക് നേർമുകളിൽ സൂര്യപ്രകാശം ഭൂമധ്യരേഖക്ക് നേർമുകളിൽ വരുന്ന ദിവസങ്ങളാണ് മാർച്ച് 21, സെപ്റ്റംബർ 23. നോക്കാം. സൂര്യരശ്മികൾ ഏത് അക്ഷാംശത്തിലാണ് ലംബമായി പതിക്കുന്നത്, ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണ്? ഭൂമധ്യരേഖയിലാണ് സൂര്യരശ്മികൾ നേരിട്ട് പതിക്കുന്നത്. അത് ഏത് ദിവസങ്ങളിലാണെന്ന് ചോദിച്ചാൽ മാർച്ച് 21-നും സെപ്റ്റംബർ 23-നുമാണ് ഭൂമധ്യരേഖയിൽ എന്ത് ചെയ്യുന്നത്, സൂര്യരശ്മികൾ നേരിട്ട് പതിക്കുന്നത് അല്ലേ. ഇനി നോക്കാം. പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിനങ്ങളായ മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും എന്താണ്, രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കുന്ന ദിവസങ്ങളാണ് മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും. ഈ ദിനങ്ങളെ വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ, ഇക്വിനോക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇക്വിനോക്സ് എന്ന് പറയുന്നത് സമരാത്രങ്ങളാണ്. സമമായിട്ടുള്ള രാത്രിയും പകലും അനുഭവപ്പെടുന്ന ദിനങ്ങളാണ്. അത് ഏതൊക്കെ ദിവസങ്ങളിലാണ്? മാർച്ച് 21-നും സെപ്റ്റംബർ 23-നുമാണ്. 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. അപ്പോൾ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മാർച്ച് 21 വസന്തവിഷുവം എന്നും സെപ്റ്റംബർ 21 ശരത് വിഷുവം എന്നും അറിയപ്പെടുന്നു. മാർച്ച് 21 വസന്തവിഷുവവും സെപ്റ്റംബർ 23 ശരത് വിഷുവവും എന്നും അറിയപ്പെടുന്നു. ഇനി ഇവിടെ ഒരു ബോക്സിൽ കൊടുത്ത് നോക്കാം. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായണ ദക്ഷിണായന രേഖകൾക്കിടയിൽ സൂര്യന്റെ സ്ഥാനം മാറുന്നതായി അനുഭവപ്പെടുന്നു. യഥാർത്ഥത്തിൽ
ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവും പരിക്രമണവും കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യന്റെ സ്ഥാനം മാറുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഉത്തരായണ ദക്ഷിണായന രേഖകൾക്കിടയിൽ സൂര്യന്റെ സ്ഥാനം മാറുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണത്? ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവും പരിക്രമണവും കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യന്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ഇനി ഗ്രീഷ്മ അയനാന്ത ദിനം നോക്കാം. ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. മാർച്ച് 21 നിന്നും കഴിഞ്ഞ് എങ്ങനെയാ ജൂൺ 21 ഉത്തരായന രേഖക്ക് മുകളിലാണ് സൂര്യരശ്മികൾ പതിക്കുന്നത്. ഉത്തരായന രേഖക്ക് മുകളിലാണ് സൂര്യരശ്മി പതിക്കുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു ഭൂമധ്യ രേഖയിലാണ് പതിക്കുന്നത് അല്ലേ. അപ്പോൾ ഓരോ മാസങ്ങൾ ഇങ്ങനെ കഴിയുന്തോറും എന്ത് ചെയ്യും, അതിന് സ്ഥാനം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ജൂൺ 21 ഉത്തരായന രേഖക്ക് മുകളിലാണ് സൂര്യരശ്മികൾ നിൽക്കുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റം വടക്കോട്ട് ഉത്തരായന രേഖ വരെയാണ്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റം വടക്കോട്ട് ഉത്തരായന രേഖ വരെയാണ്. ഇതിന്റെ ഫലമായി ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉത്തരാർദ്ധഗോളത്തിലെ വടക്ക് ഭാഗത്തേക്കാണ് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റം നീങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ വടക്കോട്ടാണ് ആപേക്ഷിക സ്ഥാനമാറ്റം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. അപ്പോൾ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ ജൂൺ 21. എന്നാൽ ഏറ്റവും ചെറിയ രാത്രി അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രി അനുഭവപ്പെടുന്നതും ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ദിവസമാണ്? ജൂൺ 21 തന്നെയാണ്. ഈ ദിവസം ഗ്രീഷ്മ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നു. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി പകൽ വെളിച്ചമുണ്ടാകും. അപ്പോൾ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ എന്ത് ചെയ്യും? ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായിട്ട് പകൽ വെളിച്ചമുണ്ടാകും. അപ്പോൾ നമുക്കറിയാം അത് ആ 6 മാസക്കാലം അവിടെ തുടർച്ചയായിട്ട് വെളിച്ചം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതിൻ്റെ ആ 23.5 ഡിഗ്രി ചെരിവായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ചെരിവായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അപ്പോഴും വെളിച്ചം തന്നെ ആയിരിക്കും. സൂര്യൻ്റെ ചലനങ്ങൾ ഭൂമിക്കും ചന്ദ്രനും സമാനമായി സൂര്യനും 2 ചലനങ്ങളുണ്ട്. ഭൂമിക്കും ചന്ദ്രനും സമാനമായിട്ട് സൂര്യനും എന്തുണ്ട്? 2 ചലനങ്ങളുണ്ട്, ഭ്രമണവും പരിക്രമണവും. സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ 27 ദിവസങ്ങൾ കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കും. സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ എന്ത് ചെയ്യുന്നു? 27 ദിവസങ്ങൾ കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നുണ്ട്. എന്നാൽ 230 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള സൗരയൂഥം നക്ഷത്രവ്യൂഹമായ ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യുന്നത്. അപ്പോൾ സൂര്യനുമുണ്ട് ഭൂമിയുടെ പോലെ ഭ്രമണവും പരിക്രമണവും. സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിന് 27 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നുണ്ട്. എന്നാൽ 230 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള സൗരയൂഥ നക്ഷത്ര വ്യൂഹമായ ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യുന്നത്. ഗ്രീഷ്മ അയനാന്തത്തിൽ ജൂൺ 21 വിവിധ അക്ഷാംശ രേഖകളിലെ പകലിൻ്റെ ദൈർഘ്യം സൂചിപ്പിക്കുന്ന പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അക്ഷാംശ രേഖ 90 ഡിഗ്രി വടക്ക്. 90 ഡിഗ്രി വടക്ക് എന്ന് പറയുമ്പോൾ ഉത്തര ധ്രുവം അല്ലേ. അപ്പോൾ അവിടെ എത്രയാണ്? 24 മണിക്കൂർ. പകലിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ഇനി 66 ഡിഗ്രി വടക്ക് എന്ന് പറയുന്നത് 24 മണിക്കൂർ തന്നെയാണ് പകലിൻ്റെ ദൈർഘ്യം. 23.5 ഡിഗ്രി വടക്ക് വരുമ്പോൾ 13 മണിക്കൂറും 27 മിനിറ്റുമാണ് പകലിൻ്റെ ദൈർഘ്യം. 23.5 ഡിഗ്രി വടക്ക് അല്ലേ, അതായത് ഉത്തരായന രേഖ. ഉത്തരായന രേഖയിൽ എന്താണ്? ഈ 13 മണിക്കൂറും 27 മിനിറ്റുമാണ് പകലിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇനി 0 ഡിഗ്രി അല്ലേ, ഭൂമധ്യരേഖയിൽ എത്രയാണ്? 12 മണിക്കൂറാണ് പകലിൻ്റെ ദൈർഘ്യം. ഇനി തെക്ക് ഭാഗം അല്ലേ, ദക്ഷിണായന രേഖയിൽ 23.5 ഡിഗ്രി തെക്ക് എന്ന് പറയുന്നത് 10 മണിക്കൂറും 33 മിനിറ്റും മാത്രമേ അവിടെ പകലിൻ്റെ ദൈർഘ്യം ഉണ്ടാവുകയുള്ളൂ. 66 ഡിഗ്രി തെക്ക് എന്ന് പറഞ്ഞാൽ ഇല്ല, പകലിൻ്റെ ദൈർഘ്യം ഇല്ല, അവിടെ എപ്പോഴും എന്താണ്? രാത്രി ആയിരിക്കും. 90 ഡിഗ്രി തെക്ക് അല്ലേ, ദക്ഷിണ ധ്രുവത്തിലും എന്താണ്? പകലിൻ്റെ ദൈർഘ്യം ഇല്ല, അവിടെ ഫുള്ളും രാത്രി ആയിരിക്കും. അപ്പോൾ 66 ഡിഗ്രി തെക്കും 90 ഡിഗ്രി തെക്കും എന്താണ്? രാത്രി ആയിരിക്കും. അതേസമയം 90 ഡിഗ്രി വടക്കും 66 ഡിഗ്രി വടക്കും എന്തായിരിക്കും? അവിടെ ഫുൾ 24 മണിക്കൂറും പകലായിരിക്കും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ ജൂൺ 21 അതായത് ദക്ഷിണാർദ്ധഗോളത്തിലെ പകലിൻ്റെ ദൈർഘ്യത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്?
ജൂൺ 21 ദക്ഷിണാർദ്ധഗോളത്തിലെ പകലിൻ്റെ ദൈർഘ്യത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? പകലിൻ്റെ ദൈർഘ്യം കുറയുന്നു അല്ലേ? പകലിൻ്റെ ദൈർഘ്യം എന്താണ് ഇവിടെ? കുറവാണ്. 10 മണിക്കൂർ 33 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഉത്തരാർദ്ധഗോളത്തിലെ ധ്രുവപ്രദേശത്ത് 6 മാസക്കാലം പകലായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ കാലയളവിൽ ദക്ഷിണ ധ്രുവ പ്രദേശങ്ങളിലെ രാത്രിയുടെ ദൈർഘ്യം എപ്രകാരമായിരിക്കും എന്ന് വെച്ചാൽ അവിടെ 6 മാസക്കാലം രാത്രി ആയിരിക്കും. ഇനി ശൈത്യ അയനാന്ത ദിനം, നമ്മളിപ്പോൾ പറഞ്ഞത് ഗ്രീഷ്മ അയനാന്ത ദിനത്തിനെ കുറിച്ചാണ്. ഇനി ശൈത്യ അയനാന്ത ദിനം നോക്കാം. ഡിസംബർ 22. അപ്പോൾ സൂര്യരശ്മി എവിടെയാണ് നിൽക്കുന്നത്? ദക്ഷിണായന രേഖയിലാണ് സൂര്യരശ്മികൾ പതിക്കുന്നത്. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം തെക്കോട്ട് ദക്ഷിണായന രേഖ വരെയാണ്. ഇതിൻ്റെ ഫലമായിട്ട് ഡിസംബർ 22 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. പറഞ്ഞത് എന്താണ്? ഗ്രീഷ്മ അയനാന്തത്തിൽ പറഞ്ഞത് സൂര്യരശ്മികൾ ഉത്തരായന രേഖയ്ക്ക് മുകളിലെത്തുമ്പോഴാണ് ഉള്ള മാറ്റങ്ങളാണ് അവിടെ പറഞ്ഞത് അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്? ഉത്തരായന രേഖയിൽ എന്താണ് പകലിൻ്റെ ദൈർഘ്യം കൂടുതലും രാത്രിയുടെ ദൈർഘ്യം ഹ്രസ്വമായ രാത്രിയുമായിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് എന്താണ് ശൈത്യ അയനാന്തത്തിൽ, അതായത് ദക്ഷിണായന രേഖയ്ക്ക് മുകളിൽ സൂര്യപ്രകാശം വരുമ്പോഴും ഇവിടെ സൂര്യരശ്മികൾ പതിക്കുമ്പോൾ അവിടെ പകലിൻ്റെ ദൈർഘ്യം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, ദക്ഷിണാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ എന്താണ് ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം തെക്കോട്ട് ദക്ഷിണായന രേഖ വരെയാണ്. ഇതിൻ്റെ ഫലമായിട്ട് ഡിസംബർ 22 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. അപ്പോൾ ഇവിടെയും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത് ഡിസംബർ 22 എന്നാൽ ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ തന്നെയാണ്. ഈ ദിവസം ശൈത്യ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നു. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി ഇരുട്ടായിരിക്കും. അപ്പോൾ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ എന്തെങ്കിലും ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസം തുടർച്ചയായി ഇരുട്ടായിരിക്കും. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിലെ 6 മാസക്കാലം പകലായിരിക്കും. ശൈത്യ അയനാന്ത ദിനത്തിൽ വിവിധ അക്ഷാംശ രേഖകളിലെ പകലിൻ്റെ ദൈർഘ്യം സൂചിപ്പിക്കുന്ന ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അക്ഷാംശ രേഖ? 90 ഡിഗ്രി വടക്ക് അല്ലേ, പകലിൻ്റെ ദൈർഘ്യം ഇല്ല. 66 ഡിഗ്രി വടക്കാണെങ്കിൽ അതും എന്താണ് പകലിൻ്റെ ദൈർഘ്യമില്ല. അവിടെയൊക്കെ 6 മാസക്കാലം എന്തായിരിക്കും? രാത്രി ആയിരിക്കും. ഈ വടക്ക് എന്ന് എഴുതുമ്പോൾ നമ്മൾ ഓർക്കേണ്ട എന്താണ്? അത് ഉത്തരാർദ്ധഗോളമാണ് ആയിരിക്കും. ഇനി 23:30 വടക്കാണെങ്കിൽ 10 മണിക്കൂർ 33 മിനിറ്റ് അല്ലേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രീഷ്മ അയനാന്തത്തിൽ പറഞ്ഞത് എന്താ? ഗ്രീഷ്മ അയനാന്തത്തിലാവുമ്പോൾ സൂര്യരശ്മികൾ ഉത്തരായന രേഖയ്ക്ക് മുകളിലാണ് വരുന്നത്. ഉത്തരായന രേഖയ്ക്ക് മുകളിൽ സൂര്യരശ്മി പതിക്കുമ്പോൾ പകലിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും, രാത്രിയുടെ ദൈർഘ്യം കുറവായിരിക്കും. എന്നാൽ അതേ സമയത്ത് ദക്ഷിണായന രേഖയിൽ എന്തായിരിക്കും? പകലിൻ്റെ ദൈർഘ്യം കുറവും രാത്രിയുടെ ദൈർഘ്യം കൂടുതലുമായിരിക്കും. എന്നാൽ ദക്ഷിണായന രേഖയ്ക്ക് മുകളിലാണ് സൂര്യരശ്മികൾ പതിക്കുന്നതെങ്കിൽ ആ ഭാഗങ്ങളിൽ പകലിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും, രാത്രിയുടെ ദൈർഘ്യം കുറവായിരിക്കും. അതേ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? രാത്രിയുടെ ദൈർഘ്യം കൂടുതലായിരിക്കും, പകലിൻ്റെ ദൈർഘ്യം കുറവായിരിക്കും. അല്ലെങ്കിൽ ഏത് രേഖയ്ക്ക് മുകളിലാണോ സൂര്യരശ്മികൾ പതിക്കുന്നത് ആ ഭാഗങ്ങളിൽ പകലിൻ്റെ ദൈർഘ്യം കൂടുതലും രാത്രിയുടെ ദൈർഘ്യം കുറവുമായിരിക്കും. അതേ സമയത്ത് ആ സമയത്ത് തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത്. അതായത് പകലിൻ്റെ ദൈർഘ്യം കൂടുന്നിടത്ത് ഓപ്പോസിറ്റ് ആകുമ്പോൾ എന്തായിരിക്കും? രാത്രിയുടെ ദൈർഘ്യം കൂടുതലായിരിക്കും. അങ്ങനെ നമ്മളിതൊരു ആ ഒരു ഇതിൽ പഠിച്ചു വെക്കുകയാണെങ്കിൽ മാറിപ്പോകില്ല കേട്ടോ. ഇനി ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ധ്രുവദീപ്തി ഓറോറ എന്താ നോക്കാം. ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ ശക്തമായ സൗരവാതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് ധ്രുവദീപ്തി. ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ എന്താണ്? ശക്തമായ സൗരവാതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് ധ്രുവദീപ്തി. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ പ്രകൃതിദത്തമായ വർണ്ണ വെളിച്ചമാണ് ധ്രുവദീപ്തി. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ പ്രകൃതിദത്തമായ വർണ്ണ വെളിച്ചമാണ് ധ്രുവദീപ്തി. ഉത്തര ധ്രുവഭാഗങ്ങളിൽ അറോറ ബോറിയാലിസ് എന്നും ദക്ഷിണ ധ്രുവഭാഗങ്ങളിൽ അറോറ ഓസ്ട്രാലിസ് എന്നും വിളിക്കുന്നു. അപ്പോൾ ഉത്തര ധ്രുവഭാഗങ്ങളിലാണെങ്കിൽ അറോറ ബോറിയാലിസ് എന്നും ദക്ഷിണ ധ്രുവഭാഗങ്ങളിലാണെങ്കിൽ അറോറ ഓസ്ട്രാലിസ് എന്നും വിളിക്കുന്നു. എന്താണ് ഈ ധ്രുവദീപ്തി എന്ന് പറഞ്ഞ് മനസ്സിലായോ? ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ പ്രകൃതിദത്തമായ വർണ്ണ വെളിച്ചമാണ് ധ്രുവദീപ്തി എന്ന് പറയുന്നത്. ഇത് ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ അറോറ ബോറിയാലിസ് എന്നും ദക്ഷിണ ധ്രുവഭാഗങ്ങളിലാണെങ്കിൽ അറോറ ഓസ്ട്രാലിസ് എന്നും വിളിക്കുന്നു. ഇനി ഉത്തരായനം, ദക്ഷിണായനം.
ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ നിന്നും 23.5 ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ഉത്തരായണമെന്നും ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ജൂൺ 21 ഉത്തരായന രേഖയിൽ നിന്നും 23.5 വടക്ക് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ദക്ഷിണായനം എന്ന് പറയുന്നു. അതായത് എന്താണ്, ശൈത്യ അയനാന്തത്തെ തുടർന്ന്, അതായത് ഡിസംബർ 22 ശൈത്യ അയനാന്തം അല്ലേ. അപ്പോൾ ദക്ഷിണായന രേഖയിൽ നിന്നും, ദക്ഷിണായന രേഖ എന്ന് പറയുന്നത് 23.5 തെക്കാണ്. അപ്പോൾ അവിടെ നിന്നും സൂര്യരശ്മികൾ ഉത്തരായന രേഖയിലേക്ക് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ സൂര്യൻ്റെ ഈ അയനം, സൂര്യൻ്റെ ഈ ചലനം അല്ലേ, സൂര്യൻ്റെ ഈ മാറ്റത്തെയാണ് ഉത്തരായണമെന്നും ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന്, ഗ്രീഷ്മ അയനാന്തം എന്ന് പറയുന്നത് ജൂൺ 21 അപ്പോൾ എന്താണ്, ഉത്തരായന രേഖയിലാണ് ഉള്ളത്. 23.5 വടക്കാണ് സൂര്യരശ്മി ഉള്ളത്. അവിടെ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ദക്ഷിണായനം എന്നും പറയുന്നു. സിമ്പിളായിട്ട് ഓർത്ത് വെക്കട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സ് നമ്മൾ ഫില്ല് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദിവസം നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു അല്ലേ, അത് ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ഭൂമധ്യരേഖയിൽ പതിക്കുന്ന ദിവസങ്ങൾ എന്തൊക്കെയാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23 പറഞ്ഞു അല്ലേ. മാർച്ച് 21 സെപ്റ്റംബർ 23 അപ്പോൾ ഈ ദിനങ്ങളെ പറയുന്നത് എന്തൊക്കെ പേരുകളാണ്? മാർച്ച് 21 ആണെങ്കിൽ നമ്മൾ വസന്ത വിഷുവം എന്ന് പറയും. ഇനി സെപ്റ്റംബർ 23 ആണെങ്കിൽ ശരത് വിഷുവം എന്ന് പറയും. അപ്പം മാർച്ച് 21 ആണെങ്കിൽ വസന്ത വിഷുവം, സെപ്റ്റംബർ 23 ആണെങ്കിൽ ശരത് വിഷുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യമായിരിക്കും. അടുത്തത് ഉത്തരായന രേഖ. ഉത്തരായന രേഖക്ക് മുകളിൽ സൂര്യരശ്മികൾ പതിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? ജൂൺ 21 ഉത്തരായന രേഖക്ക് മുകളിൽ പതിക്കുന്നത് ജൂൺ 21 ഇപ്പൊ ജൂൺ 21 പറയുന്ന പേരെന്താണ്? ഗ്രീഷ്മ അയനാന്ത ദിനം. അപ്പോൾ ഇനിവിടെ ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? പകലിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും, എന്നാൽ രാത്രിയുടെ ദൈർഘ്യം കുറവായിരിക്കും. ഇനി അതേസമയം ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കും പകലിൻ്റെ ദൈർഘ്യം കുറവും ഏറ്റവും കൂടുതൽ രാത്രിയും ഉണ്ടായിരിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ അപ്പം സംഭവിക്കട്ടെ. അതായത് ഉത്തരായന രേഖക്ക് മുകളിലാണ് സൂര്യരശ്മികൾ പതിക്കുന്നത് എങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കുമ്പോൾ ആ സമയം ദക്ഷിണാർദ്ധഗോളത്തിൽ രാത്രിയുടെ ദൈർഘ്യമായിരിക്കും കൂടുതൽ. അങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എന്ന് ദക്ഷിണായന രേഖക്ക് മുകളിലായിരിക്കുമ്പോൾ, ദക്ഷിണായന രേഖ എന്ന് പറയുമ്പോൾ 23.5 തെക്ക്, ആ ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 22 അതിന് പറയുന്ന പേരാണ് ശൈത്യ അയനാന്ത ദിനം. അപ്പോൾ ഇവിടെ ദക്ഷിണായന രേഖക്ക് മുകളിലാണ് സൂര്യരശ്മി നേരിട്ട് പതിക്കുന്നത്. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിലാണ് പകലിൻ്റെ ദൈർഘ്യം കൂടുതൽ, രാത്രിയുടെ ദൈർഘ്യം കുറവും. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉത്തരാർദ്ധഗോളത്തിൽ അല്ലേ. ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കുറവും രാത്രിയുടെ ദൈർഘ്യം കൂടുതലുമായിരിക്കും. ഓക്കെ, ഉത്തരായന രേഖയിലാണ് സൂര്യരശ്മികൾ പതിക്കുന്നതെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിലാണ് പകലിൻ്റെ ദൈർഘ്യം കൂടുതൽ. അതിൻ്റെ അതേ സമയത്ത് ദക്ഷിണാർദ്ധഗോളത്തിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് രാത്രിയുടെ ദൈർഘ്യമായിരിക്കും കൂടുതൽ. അതേസമയം ദക്ഷിണായന രേഖക്ക് മുകളിലാണ് സൂര്യരശ്മികൾ പതിക്കുന്നതെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിലെ പകലിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും. അതേസമയം ഉത്തരാർദ്ധഗോളത്തിൽ രാത്രിയുടെ ദൈർഘ്യമായിരിക്കും കൂടുതൽ. അപ്പോൾ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റാണ് കേട്ടോ. ആ ഒരു ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. പിന്നെ അതിൻ്റെ ദിവസങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കണം, നമുക്ക് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും എടുക്കാം. കുറച്ചൊരു മനസ്സിലാക്കിയത് വളരെ സിമ്പിളാണ് എങ്കിൽ കുറച്ചൊരു ടഫാണേനും നമ്മൾ മനസ്സിലാക്കാൻ ഇത്തിരി അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വീണ്ടും നമ്മളൊന്ന് ഈ ഒരു ബോക്സ് ഒന്ന് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി, പിന്നെ നമുക്കത് മാറിപ്പോകില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.